ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19 തിങ്കളാഴ്ചയാണ്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉള്ള ഒരു ദിവസം തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഏറ്റവും ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള കമ്പനികളുടെ റിസൾട്ട് വന്ന ഒരു ആഴ്ച കൂടിയായിരുന്നു ഇത്. അതിൻ്റെ എല്ലാം റിസൾട്ടുകൾ നമുക്ക് അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ഒരു മാസമായിട്ട് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺസ് ആണ് നമുക്ക് നൽകിയത്. എന്നാൽ മറ്റൊരു സെക്ടർ വളരെയേറെ പോസിറ്റീവായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട്. ആ സെക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. എല്ലാ കാര്യങ്ങളിലേക്കും വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടിലേക്കാണ് വരുന്നത്. അറ്റ ലാഭമായി റിപ്പോർട്ട് ചെയ്തിരുന്നത് 18,645 കോടി രൂപയാണ്. വർഷം തോറും 0.6% ഒരു വർധനവാണ് ഉണ്ടായത്. എന്നാൽ ബ്ലൂംബർഗിൻ്റെ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 19,896 കോടി രൂപയായിരുന്നു. അതായത് ബിലോ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ്സ് ആയിട്ടാണ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. വരുമാനമായി പുറത്തു വന്നത് 2.69 ലക്ഷം കോടി രൂപയാണ്. വർഷം തോറും 10.5% വർധനവാണ് വരുമാനം റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി റവന്യൂ സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എബിറ്റഡ ആയി പുറത്തു വന്നിരിക്കുന്നത് 46,018 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 6% വർധനവ് വന്നു. പക്ഷേ സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകൾ മിസ് ചെയ്യുകയുണ്ടായി. പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകൾ മിസ് ചെയ്യാൻ കാരണം ഡിപ്രീസിയേഷൻ ആയിരുന്നു ഒരു കാരണം. 11% ഇയർ ഓൺ ഇയറിൽ 14,622 കോടി രൂപയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഫിനാൻസ് കോസ്റ്റ് 7% ഇയർ ഓൺ ഇയറിൽ 6,613 കോടി രൂപയായി. ടാക്സ് എക്സ്പെൻസിൽ 10% ഇയർ ഓൺ ഇയറിൽ കണക്കാക്കിയത് 27,530 കോടി രൂപ. ഈ കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യാൻ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റിന് സാധിക്കാതിരുന്നത്. ഇനി ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ റവന്യൂവിൽ 8.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1.62 ലക്ഷം കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റഡയിൽ 14.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 16,507 കോടി രൂപയിലാണ് ഇപ്പോൾ എബിറ്റ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തെങ്കിലും റവന്യൂ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്സഡ് ആയിരുന്നു റിലയൻസിൻ്റെ റിസൾട്ട്. അടുത്തത് HDFC ബാങ്കിനെ സംബന്ധിച്ച റിസൾട്ടാണ്. HDFC ബാങ്കിൻ്റെ മൂന്നാം പാദ അറ്റാദായം 18,654 കോടി രൂപയിലാണ് പുറത്തു വന്നത്. വാർഷികാടിസ്ഥാനത്തിൽ 15.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 18,367 കോടി രൂപയാണ്. അതായത് അതിന് മുകളിൽ തന്നെയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെ, പ്രോഫിറ്റ് തന്നെയായിരുന്നു. ഇനി ഈ പ്രോഫിറ്റിനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായി വരുന്നത് മാർജിനുകൾ, സ്ഥിരതയുള്ള വായ്പാ വളർച്ച, സ്ഥിരതയുള്ള ആസ്തി നിലവാരം എന്നിവയെല്ലാമായിരുന്നു. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായി പുറത്തു വന്നത് 3,26,200 കോടി രൂപയായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 27,098 കോടി രൂപയുമാണ്. അതായത് HDFC ബാങ്കിൻ്റെ റിസൾട്ടുകൾ മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ICICI ബാങ്കിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരുന്നത് 11,317 കോടി രൂപയായിരുന്നു. ഇയർ ഓൺ ഇയറിൽ 4% ഇടിവും. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയി പുറത്തു വന്നിരുന്നത് 12,392 കോടി രൂപയുമാണ്. അതായത് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനും താഴെയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ICICI ബാങ്കിൻ്റേത് പുറത്തു വന്നിരുന്നത്. ഇനി ലാഭം ഇത്രയധികം കുറയാനുള്ള കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് കാർഷിക മുൻഗണന മേഖല വായ്പകൾക്കുള്ള ഒറ്റത്തവണ 1,283 കോടി രൂപയുടെ പ്രൊവിഷൻ വെച്ചതാണ് ഇപ്പോൾ പ്രോഫിറ്റ് കുറയാൻ കാരണമായത്. അത് RBI നിർദ്ദേശവുമായിരുന്നു. അറ്റ പലിശ വരുമാനം 21,932 കോടി രൂപയുമാണ്. പ്രവർത്തന ലാഭമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 17,356 കോടി രൂപയുമാണ്. ഇനി ICICI ബാങ്കിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രഷറിലാണെങ്കിലും അതിൻ്റെ ലാഭം കുറയാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റത്തവണ പ്രൊവിഷനിങ് തന്നെയാണ്. ഇതുകൂടാതെ വിപ്രോയുടെ റിസൾട്ട് കൂടി വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു. റിസൾട്ടുകൾക്ക് ശേഷം വിപ്രോ ADRൽ ഏകദേശം 7% ഇടിവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതായി കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ, അതായത് ഡിസംബർ 16 മുതൽ ജനുവരി 16 വരെ നിഫ്റ്റി ഏകദേശം 0.64% ഇടിഞ്ഞപ്പോൾ ഒരു സെക്ടർ മാത്രം നല്ല നേട്ടമുണ്ടാക്കിയിരുന്നു. അത് മറ്റ് ഒരു സെക്ടറുമല്ല, നിഫ്റ്റി മെറ്റൽ സൂചികയായിരുന്നു. ആഗോള ലോഹവിലയിലെ കുതിച്ചുചാട്ടം കാരണം ലോഹ ഓഹരികൾ കുത്തനെ ഉയർന്നു. നിഫ്റ്റി മെറ്റൽ സൂചിക കഴിഞ്ഞ ഒരു മാസമായിട്ട് 10.85% കുതിച്ചുയർന്നത്.
നിഫ്റ്റി ആണെങ്കിൽ 0.64% ഇടിയുകയാണ് ഉണ്ടായത്. സ്വർണം, വെള്ളി, ചെമ്പ്, ടിൻ എന്നിവ റെക്കോർഡ് ഉയരത്തിലെത്തി ലോഹ ഓഹരികളെ പിന്തുണച്ചു. നിഫ്റ്റി മെറ്റൽ സൂചികയിലെ 15 ഓഹരികൾ 12 എണ്ണവും പോസിറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയത്. ഒരു മാസത്തെ നേട്ടം നോക്കുകയാണെങ്കിൽ ഹിൻകോപ്പർ 52% ഉയർന്നത്, നാൽക്കോ 30.6% ഉയർന്നു, വേദാന്ത 20%, സെയിൽ 15.2%, ഹിൻഡ് സിങ്ക് 12.2%, ഹിൻഡാൽകോ 11.7%, ടാറ്റ സ്റ്റീൽ 10.8%, JSW സ്റ്റീൽ 9.7% എന്നിങ്ങനെയാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. Q4 വരുമാന സീസൺ ആരംഭിച്ചതോടെ കഴിഞ്ഞ ആഴ്ച 3 പ്രധാനപ്പെട്ട സൂചികകളും ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച ആരോഗ്യ മേഖല 0.8% ഇടിവ് രേഖപ്പെടുത്തി. ചിപ്പ് മേക്കർ ഓഹരികൾ നേട്ടമുണ്ടാക്കി. സെമി കണ്ടക്ടർ സൂചിക 1.2% ഉയർന്നു. കഴിഞ്ഞ ആഴ്ച US നിന്നും വലിയ ബാങ്കുകളുടെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. മികച്ച ഫലങ്ങൾ തന്നെയായിരുന്നു പുറത്തു വന്നത്. എന്നിരുന്നാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകളുടെ ഒരു വർഷത്തെ പരിധി 10% ആക്കുമെന്ന ആശങ്ക ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഓഹരികളും സമ്മർദ്ദത്തിലാക്കി. സ്മോൾ ക്യാപ് റസൽ 2000 വീണ്ടും റെക്കോർഡ് ഹൈ വെള്ളിയാഴ്ച ടച്ച് ചെയ്തു. കഴിഞ്ഞ ആഴ്ച മാത്രം 2% നേട്ടമാണ് റസൽ 2000 ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വിപ്രോ ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 7% ഇടിഞ്ഞു. ഇൻഫോസിസ് 1% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.16% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.43% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% ഉയർന്നു. ഇനി കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത് ഇടിഞ്ഞു തന്നെയായിരുന്നു. ഏഷ്യൻ വിപണികളിലേക്ക്. ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡിനെ കുറിച്ച് പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്ന് പുതിയ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നതിനാൽ തിങ്കളാഴ്ച ഏഷ്യൻ വിപണികൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇടിഞ്ഞാണ്. ഏഷ്യൻ വിപണികളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.15% ചെറിയ നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,686 എന്ന നിലയിൽ 157 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 165 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസുകളിലേക്ക്. സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച 0.2% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 1,05,440 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 3% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിനെ കുറിച്ച് പറയാം. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകളെ കുറിച്ചും എല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 55% ഡിസ്കൗണ്ടോട് കൂടി 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരം കൂടിയുണ്ട്. കഴിയുന്ന എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബിഗിനേഴ്സിന് ഒത്തിരിയേറെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ധാരാളം വീഡിയോസ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ സ്ട്രാറ്റജികളും കൂടാതെ AI പ്രോംപ്റ്റ് അടക്കം നമുക്ക് ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ അവിടെ ആ വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തവരായി ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ ആ യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ LTI മൈൻട്രി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, ആർത്തി സർഫാക്റ്റൻസ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, സിയറ്റ്, ഹഡ്സൺ അഗ്രോ പ്രൊഡക്റ്റ്, ഹാവൽസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, ഒബ്രോയ് റിയാലിറ്റി, അപ്പോളോ ടെക്നോ ഇൻഡസ്ട്രീസ്, അറ്റ്ലാന്റ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയാണ്. ഇനി പുറത്തു വന്ന റിസൾട്ടുകളിൽ വിപ്രോവിൻ്റെ റിസൾട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 7% ഇടിവാണ് വന്നിരിക്കുന്നത്. 3,119 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. IT സർവീസസ് റവന്യൂവിൽ 4.9% വർധനവ് രേഖപ്പെടുത്തി. 23,378.1 കോടി രൂപയിലാണ്. ഇനി വിപ്രോയുടെ Q4 ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ
IT സർവീസ് റവന്യൂ 2635 മുതൽ 2688 മില്യൺ ഡോളറിനുള്ളിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി ഇൻട്രിം ഡിവിഡൻഡായി 6 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത ടെക് മഹീന്ദ്രയാണ്. പ്രോഫിറ്റിൽ 14.1% വർധനവ് രേഖപ്പെടുത്തി 1122 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. റവന്യൂവിൽ 8.3% വർധനവ് വന്നു. 14,393.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 40.1% വർധനവ് വന്നിരിക്കുന്നു. 1891.9 കോടി രൂപയിലാണ് ഇപ്പോൾ എബിറ്റ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഒരു മികച്ച റിസൾട്ടുമായി പുറത്തു വന്നിരിക്കുന്നത് യെസ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 55.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. 952 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 612 കോടി രൂപ മാത്രമായിരുന്നു പ്രോഫിറ്റായി ഉണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10.9% വർധനവ് വന്നു. 2466 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസിൽ 91.5% ഒരു ഇടിവും സംഭവിച്ചിരിക്കുന്നു. അടുത്ത് മികച്ച പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ഒരു ബാങ്കാണ് RBL ബാങ്ക്. നെറ്റ് പ്രോഫിറ്റിൽ 555% വർധനവാണ് വന്നിരിക്കുന്നത്. 214 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 33 കോടി രൂപ മാത്രമായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% വർധനവ് വന്നു. 1657 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. ഇനി FID ആക്ടിവിറ്റിയിലേക്ക് 4346 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച. DIS ആവട്ടെ 3935 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,694 29 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിൽ ഡോജി ക്യാൻഡിലുകളാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സോണിനുള്ളിൽ തന്നെയാണ് ഈ ആഴ്ചത്തെ ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത്. ഡൗൺ സൈഡിൽ നമ്മൾ ഒന്നുകൂടി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരുപക്ഷെ ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ പിന്നീട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ലെവൽ ആവാൻ സാധ്യതയുള്ളതാണിത്. ഇനി ഒരുപക്ഷെ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,000 മുതൽ 25,200 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഇനി ഒരു പക്ഷേ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,600. അടുത്തായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 60,095 515 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചതും ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ് ഇനി പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. കൂടാതെ തൊട്ട് മുകളിൽ തന്നെ ഓൾ ടൈം ഹൈ ലെവലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവലുകളും നമ്മൾ അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.